പാചകവാതക വിതരണ പ്രതിസന്ധി കനക്കുകയാണ്. ബംഗളൂരുവിൽ പല ഹോട്ടലുകളും പ്രവർത്തനം നിർത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാന ഹോട്ടലുകളായിട്ടുള്ള വിദ്യാർത്ഥി ഭവൻ പോലുള്ള ഹോട്ടലുകളൊക്കെ പ്രവർത്തനം നിർത്തി. പല ഹോട്ടലുകളിലും ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വിഭവങ്ങൾ, പ്രത്യേകിച്ച് ദോശ, ചപ്പാത്തി പോലുള്ള വിഭവങ്ങൾ, ചൈനീസ് വിഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫാൻട്രി റോഡിലെ ഒരു ഷോപ്പിലാണ്. ഇവിടെ ചായ കാപ്പി മാത്രമേ നൽകൂ എന്ന് ഉള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ಇಲ್ಲ ಯಾವುದೂ ಇಲ್ಲ, ಬರೀ ಟೀ ಕಾಫಿ ಮಾತ್ರ ಇಟ್ಟಿದ್ದೀವಿ ಅಷ್ಟೇ ಅವೈಲೇಬಲ್. ಅದು ಕರೆಂಟಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೀವಿ ಎಲ್ಲದು, ಗ್ಯಾಸ್ ಅವೈಲೇಬಲ್ ಇಲ್ಲ ಇವಾಗ. അതായത് ഹോട്ടലിലെ തൊഴിലാളികൾ പറയുന്നത് ഇതിപ്പോൾ ഏറ്റവും തിരക്കുള്ള, ബംഗളൂരുവിൽ ഈ പ്രദേശത്ത് ഇൻഫാൻട്രി റോഡിൽ വലിയ തിരക്കുള്ള ഒരു കടയാണ്. ഈ കടയിലാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉള്ള, അതായത് മസാല ദോശ, വിവിധതരം ദോശകൾ, ഇഡലി ഉൾപ്പെടെ നിരവധി ഐറ്റംസ് നൽകുന്ന, വിവിധതരം റൈസൊക്കെ നൽകുന്ന, എല്ലാ ദിവസവും നൽകുന്ന ഒരു കടയാണ്. ഈ കടയിലാണ് നിലവിൽ യാതൊരു വിധത്തിലുള്ള ഐറ്റംസും ഇല്ല, ചായ കാപ്പി മാത്രമേ ഇവിടെ ലഭ്യമാകൂ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇത് ഒരു സ്ഥലത്തെ മാത്രം പ്രശ്നമല്ല, നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ വിഷയം നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും ഇന്നേക്ക് മാത്രമുള്ള സ്റ്റോക്ക് മാത്രമേ സിലിണ്ടറിൻ്റെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവർത്തനം പല കടകളും നിർത്തിവെക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ബംഗളൂരുവിലെ മാത്രം കാര്യമല്ല, ചെന്നൈയിലും ഹൈദരാബാദിലും ബോംബെയിലും രാജ്യത്താകമാനം ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വിഷയം പരിഹരിക്കാൻ ഇടപെടുമെന്നൊക്കെ കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയമൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അതിന് ഒരു പരിഹാരം ആയിട്ടില്ല. ഏതായാലും വീട്ടിലേക്ക് ആവശ്യമുള്ള സിലിണ്ടറുകൾക്ക് ഇതുവരെ തടസ്സം നേരിട്ടിട്ടില്ല. പക്ഷേ ബുക്കിങ്ങിന് കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉപഭോക്താക്കൾ പറയുന്നുണ്ട്. ഈ വിഷയം ഉടനടി ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാൻ ഇടയുണ്ട്. മഹാനഗരങ്ങളിലൊക്കെ ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തിയാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ബംഗളൂരുവിൽ നിന്നും കെ വി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.